ഞാൻ അന്നേ പറഞ്ഞതാണ്, അമ്മ വനിതകളുടെ കയ്യിലെത്തിയാൽ അവരെല്ലാം ബിംബാവുമെന്നും വേട്ടക്കാർക്ക് കുട പിടിക്കും. ഇപ്പോൾ 8-10 മാസം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? രഞ്ജിത്ത് കാരവനിൽ പീഡന ശ്രമം നടത്തിയപ്പോൾ കാവലിരുന്ന ആരാ? ഒരു സ്ത്രീ. മനുഷ്യന്റെ ഒരു മിഥ്യാധാരണയാണ് ഏതെങ്കിലും വിഭാഗം ജനങ്ങളെ പീഡിപ്പിക്കപ്പെടുകയോ അവരെ താഴ്ത്തിക്കിട്ടുകയോ ചെയ്യുമ്പോൾ അവരിൽ നിന്നൊരാളെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്ന് അവർ കൈകാര്യം ചെയ്യുന്നവരെ. ഇപ്പോൾ ആദിവാസികളുടെ ഇടയിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കിയാൽ നമ്മുടെയൊക്കെ വിചാരം അയാൾ ആദിവാസികൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന വെറുതെയാണ്. അതേപോലെ മൈനോറിറ്റി ക്രിസ്ത്യാനി എന്നൊരു മന്ത്രി ഉണ്ടാക്കിയ അയാൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നുള്ള വെറുതെയാണ്. ഇപ്പം നമ്മുടെ ജോർജ് കുര്യൻ കണ്ടില്ലേ, അയാൾ BJPക്ക് വേണ്ടി കുരക്കത്തേ ഉള്ളൂ. കന്യാസ്ത്രീകൾ അറസ്റ്റ് ജയിലിൽ കിടന്നപ്പോൾ അയാൾ പറഞ്ഞ നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇതേപോലെയാണുള്ള എല്ലാ കമ്മീഷനും, വനിതാ കമ്മീഷനും കൊണ്ട് ഇന്ന് ആർക്കെങ്കിലും ഇന്നുവരെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അവരെന്തേലും ഒരു പീഡനം എവിടെയും നടന്നു കഴിയുമ്പം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വീണ ജോർജ് പറയുന്നുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശിശുക്ഷേമ വകുപ്പ് കൊണ്ട് ഏതെങ്കിലും ശിശുക്കൾക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ബാലവേല നിയന്ത്രിക്കാനുള്ള കമ്മീഷനുണ്ട്, ബാലവേലകൾ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടോ? ഇല്ല. ഒരു കമ്മീഷനും കൊണ്ടോ ഏത് ആൾക്കാരെ രക്ഷപ്പെടുത്തണമെന്ന് കരുതി എന്തോ സൃഷ്ടിച്ചോ അതുകൊണ്ട് അവർക്ക് കിട്ടത്തില്ല. ഇനി ജോലി സ്ഥലത്തെ പീഡനത്തിൻ്റെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ ICC എന്ന് പറഞ്ഞൊരു കമ്മിറ്റി അവിടെ വേണമെന്നാണ് പറഞ്ഞത്. ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി, അതാണ് ICC. ഇന്ന് വരെ ഇന്ത്യയിൽ കഴിഞ്ഞ 15-20 കൊല്ലമായിട്ട് കമ്മിറ്റി ഉണ്ട്. എവിടെയേലും ഒരു സ്ത്രീകൾക്ക് ഇവരിൽ നിന്ന് നീതി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഞാനൊരു 10-15 ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഓൾ ഓവർ ഇന്ത്യ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ICCകളും ഉണ്ടായി, പീഡനങ്ങളും നടക്കാറുണ്ട്. പരാതി എന്ന് കഴിയുമ്പം ഈ ICCയിലുള്ളവരൊക്കെ കൂടി അല്ലെ അവരുടെ കൂട്ടുകാരെല്ലാം കൂടി ഈ സ്ത്രീയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കാനാണ് നോക്കുന്നത്, അല്ലാതെ അവർക്ക് നീതി നടത്തി കൊടുക്കാനല്ല. സ്ത്രീകളെന്നും പുരുഷന്മാരുടെ സൈഡിൽ നിൽക്കും. ഈ സിനിമാ മേഖലയിൽ അല്ലാത്ത മേഖലയിലും ഈ സ്ത്രീകളെ വലയിൽ വീഴിച്ച് കുഴി ചാടിച്ച് ഓരോരുത്തരുടെ അടുത്ത് എത്തിക്കുന്നത് എല്ലാ സ്ത്രീകളാണ്. നമ്മുടെ സിനിമയിൽ തന്നെ കുറേ അമ്മച്ചിമാരുണ്ടായിരുന്നാ പറഞ്ഞ്, അവരുടെ വീട്ടിലോട്ടാണ് ഇവരെ വിളിക്കുന്നത് ലഞ്ചിനും ഡിന്നറിനൊക്കെ. എന്നിട്ട് അവിടെ നമ്മുടെ കഥാനായകന്മാർ എത്തും, അവിടെയാണ് പീഡനം നടക്കുന്നത്. ഇപ്പോൾ സിനിമാ മേഖലയെ പറ്റി ഒരു ഹേമ കമ്മിറ്റി പറഞ്ഞുകൊണ്ട് എല്ലാവരും അതിൻ്റെ പുറകെയാണ്. അതിനും കൂടുതൽ പീഡനം നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ്. ഒരു DGP ആയിരുന്ന ശ്രീലേഖ തന്നെ പറഞ്ഞിട്ടില്ല, പുള്ളിക്കാരിയെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിലും സുന്ദരിമാരായിട്ടുള്ള IPSകാർ പെണ്ണുങ്ങളുടെ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടെന്ന് ആരെയും അറിയത്തില്ല, അതൊന്നും പുറത്തു വരത്തില്ല. ഈ CPMലുള്ള പീഡനം പോലെയാണ്. CPMകാർ പീഡിപ്പിച്ചാലും പുറത്തു വരത്തില്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പുറത്തു വരത്തില്ല. ഒരു പീഡനം നടന്നു കഴിയുമ്പോൾ ഏതൊക്കെ സ്ത്രീകൾ ആ പീഡിപ്പിച്ച ആളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു, അവരെല്ലാം ഇയാളുടെ